തിരുവനന്തപുരത്തെ മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അവിടെ ചെടി വിൽപ്പനശാലയിൽ വാർഡ് മെമ്പർ അതിക്രമം നടത്തിയെന്ന വാർത്തയാണ് വരുന്നത്. വട്ടപ്പാറ മണ്ഡപം ജംഗ്ഷനിലെ ചെടി വിൽപ്പന കേന്ദ്രത്തിൽ BJP നേതാവ് കൂടിയായ ബിനു ആണ് അതിക്രമം നടത്തിയെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. കട ഉടമയായ കനകരസിയെ മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. കടയ്ക്ക് മുന്നിലെ ചെടികൾ മാറ്റാൻ തയ്യാറാകാത്തതാണ് പ്രകോപനത്തിന് കാരണമായത്. റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി. റിനു, ഈ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റാനുള്ള പ്രകോപനം എന്തായിരുന്നു? ചെടിച്ചട്ടി അവിടെ റോഡിന് സമീപത്ത് വെച്ചിരിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അത് നീക്കം ചെയ്യണമെന്ന് പറയുന്നതിനൊരു മര്യാദയാകാമല്ലോ, അതല്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷേ ഇത്തരത്തിൽ അതിക്രമം നടത്തേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു? വിനിത, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ബിനു ഈ ചെടി വിൽപ്പനശാലയിലെത്തുകയും ഈ റോഡിന് സമീപം നിരത്തിവെച്ചിരിക്കുന്ന ചെടികളെല്ലാം അവിടെ നിന്ന് മാറ്റണമെന്നും ഈ കനകരസി ഈ ചെടി വിൽപ്പനശാലയുടെ ഉടമയാണ് അവരോട് പറയുകയും ചെയ്തു. അവർക്ക് സുഖമില്ലെന്നും തൊട്ടടുത്ത തൊഴിലാളി തൊട്ട് താഴെ നിൽപ്പുണ്ടെന്നും അവർ തിരികെ എത്തി ഉടൻ തന്നെ അത് നീക്കാമെന്നും ഇവർ അറിയിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാതെ പ്രകോപിതനായിട്ടുള്ള വാർഡ് മെമ്പർ ബിനുവാണ് ഈ ആക്രമണം നടത്തിയത്. നമ്മൾ CCTV ദൃശ്യത്തിൽ കാണും പോലെ തന്നെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ചെടിച്ചട്ടികളെല്ലാം തന്നെ, അതായത് വലിയ വിലപിടിപ്പുള്ള ചെടിയും ചെടിച്ചട്ടികളെല്ലാം തന്നെ അടിച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇത് തടയാൻ വേണ്ടി കനകരസി അവിടേക്ക് എത്തുന്നു. കനകരസിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവരുടെ കവിളിലെല്ലാം തന്നെ കൈകൊണ്ട് അടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് ഇപ്പോൾ വട്ടപ്പാറ പോലീസിൽ കനകരസി പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. പ്രദേശത്തെ BJP നേതാവും ആ വാർഡിലെ തന്നെ മെമ്പറും കൂടിയാണ് ഈ ബിനു. നിരന്തരം ഇവരോട് ഈ റോഡിൽ ചെടി വെച്ച് വിൽപ്പന നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർ അനുസരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതാർക്കും ശല്യമില്ല, വാഹനങ്ങൾക്കോ ഒന്നും തന്നെ തടസ്സമില്ലാതെ തന്നെയാണ് ഈ ചെടികൾ റോഡിന് വശത്ത് നിരത്തിവെച്ച് കച്ചവടം ഇവർ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പങ്കുവച്ചത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ളൊരു അതിക്രമം എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. വിനീത, ശരി, റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകി.